നമ്മുടെ ഈ ഒരു പേഷ്യൻ്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷനിൽ ഒരു എക്സലൻസ് ഉണ്ട്. നമ്മുടെ ഒരു പ്രത്യേക ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടിന്യൂഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന പേഷ്യൻസിനൊക്കെ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു ഗ്രൂപ്പൊക്കെ ബിൽഡ് ചെയ്യാം. ആ ഗ്രൂപ്പിൽ ഒരു കോമൺ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാം. എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നതിനെക്കുറിച്ച് കൂടുതൽ ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കംസ് കിട്ടുന്നതിനും ക്വാളിറ്റിയോട് സേഫ്റ്റിയോട് ഒരു നിയർ മിസ്സൊക്കെ ഒഴിവാക്കുന്നതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമെന്നതിന് ആ ഗ്രൂപ്പുകളിൽ ഡിസ്കഷൻ പ്ലാറ്റ്ഫോംസ് ഉണ്ടാക്കാം. അതിൽ ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടുവരാം, മറ്റ് കമ്മ്യൂണിറ്റീസിനെ, ഇവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന കമ്മ്യൂണിറ്റീസിനെ അതിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ പേഷ്യൻറ്റിനെ കഴിയുന്നത്ര ഈ ഒരു സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് അവരെ വിപുലീകരിക്കപ്പെട്ട ഒരു പേഷ്യൻ്റ് സേഫ്റ്റിയിലേക്ക്, ക്വാളിറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റിലേക്ക്, ബെറ്റർ ഔട്ട്കമ്മിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുമെന്നുള്ള തോട്ട് പ്രോസസ്സാണ് ഈ എക്സലൻസ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എലമെൻറ്റ് നമുക്ക് തരുന്നത്. പേഷ്യൻ്റ് എന്താണ് ഇതിൽ കൂടുതൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാക്കാൻ കഴിയുന്നത് നമുക്ക് നോക്കാം. എക്സലൻസ് ആണ് PRE 5J 10ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. ദ ഓർഗനൈസേഷൻ ഹാസ് എ മെക്കാനിസം ടു പ്രൊമോട്ട് പേഷ്യൻ്റ് എൻഗേജ്മെൻറ്റ് ടു എൻഹാൻസ് ക്ലിനിക്കൽ ഔട്ട്കം, സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി. അവരുടെ പേഷ്യൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സേഫ്റ്റി, ക്വാളിറ്റി ട്രീറ്റ്മെൻറ്റിൽ നല്ല ബെറ്റർ ഔട്ട്കം എടുക്കുന്നതിൽ പേഷ്യൻറ്റിനെ എത്രമാത്രം എൻഗേജ് ചെയ്യാൻ പറ്റും. അവർ നമുക്ക് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം, ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി ആയിട്ട് കൂടുതൽ എൻഗേജ് ആക്കിക്കൊണ്ട് കൂടുതൽ ബെറ്റർ എഡ്യൂക്കേഷൻ കൊടുക്കാം. PRE 5J ലാസ്റ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. ദ ഓർഗനൈസേഷൻ ഹാസ് എ മെക്കാനിസം ടു പ്രൊമോട്ട് പേഷ്യൻ്റ് എൻഗേജ്മെൻറ്റ് ടു എൻഹാൻസ് outcomes, safety and quality.